ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രയറിലെ ദൈവമക്കളോട് ചേർന്ന് വലിയവനായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ ബലഹീനായ എനിക്കും ദൈവം നമ്പുരാൻ ഇടയാക്കിയത് ഓർത്ത് ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനായിട്ട് എന്നെ ക്ഷണിച്ച പ്രിയ ടിഞ്ചുവിനോടും നിങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹവും കടപ്പാടും ആമുഖമായി രേഖപ്പെടുത്തുകയും ചെയ്യട്ടെ. നാം ഈ ദിവസങ്ങളിലൊക്കെ തിരുവചനം പഠിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. തിരുവചന പഠനം നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. തിരുവചന പഠനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചര്യയാകണം. അതിലൂടെ ലഭിക്കുന്ന ദൈവിക ആലോചനകൾ നമ്മുടെ ജീവിതക്രമത്തിൻ്റെ അടിസ്ഥാനമാക്കണം. അപ്പോൾ നാം തിരുവചനം ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. തീർച്ച അതിലൂടെ ലഭിക്കുന്ന ആലോചന പ്രകാരം വേണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക. അതിനായിട്ട് നാം സ്ഥിരമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തിരുവചനം പഠിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ ഈ തിരുവചന പഠനം ഞാൻ സ്വയമായി തന്നെ പഠിക്കുമായിരുന്നു. ഞാൻ തന്നെ വായിച്ച് ഒരു കോണിൽ നിന്ന് ഒരു ഡയറിയിൽ എഴുതും. അതൊരു ശീലമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ഒരു യൗവനകാലത്തൊക്കെ ഈ പുസ്തകം കൊണ്ട് എനിക്ക് പോകാവുന്ന സ്ഥലത്തൊക്കെ പോയി ദൈവം എന്നെ രക്ഷിച്ചു, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് സാക്ഷിപ്പാൻ എനിക്കിടയാക്കിയിട്ടുണ്ട്. ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഈ തിരുവചനം എടുത്തതിൻ്റെ നന്മ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സാക്ഷ്യമാണ്. ഈ പുസ്തകം എടുത്തതിൻ്റെ മേന്മ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് ഈ വേദപുസ്തകത്തിന് സത്യവേദ പുസ്തകത്തിന്റെ പ്രത്യേകത. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ട ആലോചനയെ പറഞ്ഞു തരും. അതിൻ പ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ തീർച്ചയായും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് ഏവർക്കും സാധ്യമാകും. നാം ഇന്ന് 5ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലൂടെ നാം കേട്ട ചിന്തകൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹായകരമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1ാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് വേദപുസ്തക പഠനം ഏതെല്ലാം രീതിയിൽ ക്രമമായും ഫലവത്തായും ചെയ്യുവാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ വേദപുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ വ്യത്യസ്തത എന്താണ് മറ്റ് പുസ്തകങ്ങളിൽ നിന്ന്. അതുകൂടാതെ നാം ചിന്തിച്ചത് പഴയ നിയമ പുസ്തകങ്ങളുടെ ചുരുക്കവും അതിൽ പ്രതിപാദിക്കുന്ന കാലഘട്ടവുമാണ് നാം 1ാമത്തെ ക്ലാസ്സിൽ ചിന്തിച്ചത്. അത് ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. 2ാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് പഴയ നിയമ കാലഘട്ടത്തിന് ശേഷവും പുതിയ നിയമ കാലഘട്ടത്തിന് മുമ്പുമുള്ള ഏകദേശം 400ഓളം വർഷത്തെ ചരിത്ര വിശദാംശങ്ങളാണ് നാം ആ ക്ലാസ്സിൽ കണ്ടത്. ആ കാലഘട്ടത്തിന് പറയുന്ന പേര് നിശബ്ദ വർഷങ്ങൾ അഥവാ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ്. ഇതൊക്കെ ഓർക്കുന്നു എന്ന് കരുതുന്നു. 3ാമത്തെ ക്ലാസ്സിൽ നാം കണ്ടത് പുതിയ നിയമകാലത്തെ സാക്ഷിക്കുന്ന ചരിത്രകാരന്മാരെ പറ്റി നാം പറയുകയുണ്ടായി. അതിനുശേഷം അന്നത്തെ ഭൂമിശാസ്ത്രപരമായ വിശദാംശങ്ങളും ആ പ്രദേശങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയും നാം ആ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. 4ാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് പുതിയ നിയമ കാലഘട്ടത്തിലെ രാഷ്ട്രീയമായ വിശദീകരണങ്ങൾ. അന്ന് റോമൻ ആധിപത്യമായിരുന്നു. ആ റോമൻ ആധിപത്യത്തിന് കീഴിലുള്ള നാട്ടുരാജാക്കന്മാരുടെ ചരിത്രമൊക്കെയാണ് 4ാമത്തെ ക്ലാസ്സായ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത്. ഇനിയും 5ാമത്തെ ക്ലാസ്സായ ഇന്ന് നാം ചിന്തിക്കുന്നത് പുതിയ നിയമ പുസ്തകങ്ങളുടെ ഒരു ഓവറോൾ വിശദീകരണം ആണ് ഇന്ന് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 66 പുസ്തകങ്ങളുള്ള സത്യവേദ പുസ്തകത്തിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമ ഭാഗത്തും 27 പുസ്തകങ്ങൾ പുതിയ നിയമ ഭാഗത്തുമാണെന്ന് നമുക്കറിയാം. ഇന്ന്
പുതിയ നിയമ ഭാഗത്തുള്ള 27 പുസ്തകങ്ങളെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകൂ. അപ്പൊ ദൈവകൃപയിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ പ്രിയ മക്കളായ നിങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ അങ്ങയുടെ വചനത്തെ പറ്റി പഠിക്കുവാൻ നീ ഞങ്ങളെ അനുവദിക്കുന്നത് ഓർത്ത് വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി. ഞങ്ങൾ വീണ്ടും തിരുസന്നിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങേ ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവെ നിന്റെ മക്കളെ ഇടയാക്കണം. അത് വഹിപ്പാൻ അടിയനെ പ്രാപ്തനാക്കണം. തിരുകൃപയിൽ ഞങ്ങളെ പരിപാലിച്ചാട്ട് സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു മിശിഹായുടെ നാമത്തിൽ ആമേൻ. ഈ 27 പുസ്തകങ്ങളാണ് പുതിയ നിയമഭാഗത്തുള്ളത്. ഏകദേശം 100 വർഷങ്ങളിലെ ചരിത്രമാണ് ഈ പുതിയ നിയമഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 100 വർഷത്തെ ചരിത്രം. പഠന സൗകര്യത്തിനായി നമുക്ക് ഈ 27 പുസ്തകങ്ങളെ 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഇപ്പൊ ഓരോ പല രീതിയിൽ വിഭാഗിച്ച് പറയുന്ന പലരും ഉണ്ട്. പല ചിന്തകരോ അല്ലെങ്കിൽ എഴുത്തുകാരോ അല്ലെങ്കിൽ പ്രസംഗകരും ഒക്കെ പല രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്നാൽ എൻ്റെ ഒരു 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 ബോധ്യം അനുസരിച്ച് ഞാൻ ഇതിനെ 5ആയിട്ടാണ് തിരിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സുവിശേഷങ്ങൾ, രണ്ടാമത്തത് ചരിത്ര പുസ്തകം, മൂന്നാമത് പൗലോസിന്റെ ലേഖനങ്ങൾ, നാലാമത് പുതുലേഖനങ്ങൾ, അഞ്ചാമത് പ്രവചനം. ഇപ്പൊ 27 പുസ്തകങ്ങളെ നമുക്ക് 5ആയിട്ട് തിരിക്കാം. ഒന്ന് സുവിശേഷങ്ങൾ. നമുക്കറിയാം സുവിശേഷങ്ങൾ 4ആണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങൾ. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത് ചരിത്ര പുസ്തകം. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന ചരിത്രമാണ്. മൂന്നാമത് പൗലോസിന്റെ ലേഖനങ്ങൾ. പൗലോസിന്റെ ലേഖനങ്ങൾ 13ആണ്. എന്നാൽ എബ്രായ ലേഖനം എഴുതിയത് പൗലോസ് ആണെന്ന് പറയുന്നു, അതല്ല അപ്പൊല്ലോസ് ആണെന്ന് പറയുന്നു, അതല്ല മറ്റ് ആരെങ്കിലും ആണെന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതുകൂടെ ഈ പൗലോസിന്റെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കുകയാണെങ്കിൽ 14. അപ്പോൾ ഒന്നുകൂടെ പറയാം. സുവിശേഷങ്ങൾ 4, ചരിത്രം 1, അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ, അങ്ങനെ 5. പിന്നെ പൗലോസിന്റെ 14 ലേഖനങ്ങൾ. അപ്പോ 5ഉം 14ഉം 19. ഇനിയും എത്ര കാണണം? 5, 14, 19. അതിനുശേഷം പുതുലേഖനങ്ങൾ 7. അപ്പം പൗലോസിൻ്റെതായിട്ട് 14 ലേഖനങ്ങൾ, എബ്രായരും കൂടെ ചേർത്ത് പൗലോസിന്റെ 14 ലേഖനങ്ങൾ, പുതുലേഖനങ്ങൾ 7. പിന്നീട് പ്രവചന പുസ്തകം 1, വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് 27 പുസ്തകങ്ങൾ. ഒന്നുകൂടെ പറയാം. സുവിശേഷങ്ങൾ 4, ചരിത്ര പുസ്തകം 1, അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ, പൗലോസിന്റെ ലേഖനങ്ങൾ എബ്രായ ലേഖനം ഉൾപ്പെടെ 14, പൊതു ലേഖനങ്ങൾ 7, പ്രവചന പുസ്തകം 1. ഇങ്ങനെയാണ് 27 പുസ്തകങ്ങൾ. അതിൽ നാം ശ്രദ്ധിക്കണം, ഈ പൊതുലേഖനങ്ങൾ അഥവാ സാർവത്രിക ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത് 7ആണ്. അത് യാക്കോബ് മുതൽ യൂദ വരെയുള്ള പുസ്തകങ്ങൾ. യാക്കോബ്, പത്രോസിന്റെ 1 പത്രോസ്, 2 പത്രോസ്, പിന്നെ യോഹന്നാൻ, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ. ഇത്രയുമാണ് 7. അപ്പൊ കണക്ക് ഒക്കുമല്ലോ. 27. സുവിശേഷങ്ങൾ 4, ചരിത്ര പുസ്തകം 1, പൗലോസിന്റെ ലേഖനം എബ്രായർ ഉൾപ്പെടെ 14, പൊതുലേഖനങ്ങൾ 7, പ്രവചനം 1. ഇങ്ങനെയാണ് 5ആയിട്ട് തിരിച്ച് നമുക്ക്
വേഗത്തിന് അല്ലെങ്കിൽ വേഗം മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും നാം ചിന്തിക്കേണ്ടത്, ഇത് എത്ര എഴുത്തുകാരാണ് എഴുതിയത്? 8 എഴുത്തുകാർ 40ഓളം വർഷങ്ങൾ കൊണ്ടാണ് പുതിയ നിയമം എഴുതിയത്. 8 എഴുത്തുകാർ 40ഓളം വർഷങ്ങൾ കൊണ്ടാണ് പുതിയ നിയമം എഴുതിയത്. യേശുവിൽ വിശ്വസിച്ചവർ കൂടുകയും യേശുവിനെ നേരിൽ കണ്ടവർ കുറയുകയും ചെയ്തപ്പോഴാണ് 30 വർഷങ്ങൾക്ക് ശേഷം സുവിശേഷങ്ങൾ എഴുതി തുടങ്ങിയത്. അപ്പോൾ സുവിശേഷങ്ങൾ എഴുതുവാനുള്ള കാരണം എന്ന് പറയുന്നത്, യേശുവിൽ വിശ്വസിച്ചവരുടെ എണ്ണം കൂടി, എന്നാൽ യേശുവിനെ നേരിട്ട് കണ്ടവരുടെ എണ്ണം കുറഞ്ഞു. ഓരോ വർഷം കഴിയും തോറും ആളുകൾ കുറഞ്ഞു വരും, അല്ലെങ്കിൽ കണ്ടവർ കുറഞ്ഞു വരും. ആ സമയത്ത് 30 വർഷങ്ങൾക്ക് ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതി തുടങ്ങിയത്. പിന്നെ പുതിയ നിയമം എഴുതിയ 8 എഴുത്തുകാരാണെന്ന് പറഞ്ഞല്ലേ ഞാനിപ്പോ പറഞ്ഞതില് 4 പേർ അപ്പോസ്തലന്മാരാണ്. അപ്പൊ ആകെ 8 ആളുകളാണ് പുതിയ നിയമം എഴുതിയത്. ഈ 8 ആളുകളിൽ 4 പേർ അപ്പോസ്തലന്മാർ. ആരൊക്കെയാണെന്ന് നമുക്കറിയാം. മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്. മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്. ഇതിൽ ഒരു കാര്യം ചിന്തിക്കണം, ഇതിൽ പൗലോസ് ഈ 12 അപ്പോസ്തലന്മാരിൽ പെടുന്ന ആളല്ല. ഇപ്പൊ ഒന്നുകൂടെ പറയാം, പുതിയ നിയമം എഴുതിയത് ആകെ 8 പേരാണ്. ഈ 8 പേരിൽ 4 പേർ അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാര് ആരൊക്കെയെന്ന് നമ്മൾ കണ്ടു. മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്. ഈ 4 പേരിൽ പ്രത്യേകം നാം ഒരു കാര്യം ഓർക്കണം, പൗലോസ് ഈ 12 അപ്പോസ്തലന്മാരിൽ പെടുന്ന ആളല്ല. അപ്പൊ അത് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. മർക്കോസ് 3-ന്റെ 14-ഉം 15-ഉം. മർക്കോസ് 3-ന്റെ 14-ഉം 15-ഉം. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 പേരെ നിയമിച്ചു. അപ്പൊ 12 അപ്പോസ്തലന്മാരെ കർത്താവ് നിയമിക്കുവാനുള്ള റീസൺ ആണ് ഇവിടെ ഈ പറഞ്ഞത്. എന്തൊക്കെയാ? തന്നോടുകൂടെ ഇരിപ്പാൻ, പ്രസംഗിപ്പാൻ, അയപ്പാൻ, ഭൂതങ്ങളെ അല്ലെങ്കിൽ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ. ഇതിനു വേണ്ടിയാണ് അപ്പോസ്തലന്മാരെ കർത്താവ് 12 പേരെ തെരഞ്ഞെടുത്തത്. ഈ കൂട്ടത്തിൽ ആരില്ല? പൗലോസില്ല. അപ്പം പൗലോസിനെ പക്ഷേ നമ്മൾ അപ്പോസ്തലൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് കാരണം ഞാൻ പറയാം. ഈ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ പൗലോസ് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവും പൗലോസും സമകാലീനരാ, ഏകദേശം ഒരേ സമയത്ത് ജീവിച്ചിരുന്നവരാണ് ഈ ലോകത്ത്. പക്ഷേ ഈ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പൗലോസ് ക്രിസ്ത്യാനിയല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷമാണ് പൗലോസ് ദമസ്കോസിൽ വെച്ച് മാനസാന്തരപ്പെട്ടത്. അപ്പം ഈ ശിഷ്യന്മാരെ എടുക്കുന്ന കാലത്തോ കർത്താവിന്റെ ഈ ലോകത്തിലെ പ്രവർത്തന കാലത്തോ പൗലോസ് ഒരു ക്രിസ്ത്യാനിയായി പ്രവർത്തിച്ചില്ല. അതിനുശേഷമാണ് പൗലോസ് ക്രിസ്ത്യാനിയായി. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് കർത്താവ് അവന് പ്രത്യക്ഷനായി എന്നുള്ള കാര്യം നമുക്കറിയാം. അത് AD 33-ലാണ് ഉണ്ടായത്. അപ്പോൾ AD 33 എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കർത്താവ് ക്രൂശ് മരണം വരെ ഈ പൗലോസ് ഒരു ക്രിസ്ത്യാനിയായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 12 പേരിൽ പൗലോസ് ഉൾപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലനായത്? അപ്പൊ അപ്പോസ്തലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അയക്കപ്പെട്ടവൻ എന്നുള്ള മീനിങ്ങിൽ പൗലോസ് അപ്പോസ്തലനാണ്. അപ്പൊ അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. ഈ അയക്കപ്പെട്ടവൻ എന്നുള്ള മീനിങ് വെച്ച് നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനാണ്. അത് തെളിയിക്കുവാൻ ഈ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ഗലാത്യർ 1-ന്റെ 1. ഗലാത്യർ 1-ന്റെ 1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച പിതാവായ ദൈവത്താൽ മാത്രേ അപ്പോസ്തലനായ പൗലോസും
കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത്. അപ്പൊ പൗലോസ് ഇവിടെ പറയുന്നത് എന്തോ, തന്നെ പൗലോസായ എന്നെ അപ്പോസ്തലനാക്കിയ ആരാന്ന? കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവമാ. അങ്ങനെ വായിക്കുന്നത്. അപ്പം ദൈവമാണ് എന്നെ അപ്പോസ്തലനാക്കിയത്. മനസ്സിലാവുമല്ലോ. അപ്പൊ അല്ലാതെ കർത്താവ് തിരഞ്ഞെടുത്ത ഈ 12 പേരിൽ പെടുന്നതല്ല. പിന്നെയോ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തു, തന്നെ തനിക്ക് വെളിപ്പെടുത്തി. ദമസ്കോസിന്റെ പടിവാതിലിൽ വെച്ച് ദൈവം എനിക്ക് പ്രത്യക്ഷനായി, അങ്ങനെ ഞാൻ അപ്പോസ്തലനായി എന്ന് പൗലോസ് ഇവിടെ വാദിക്കുന്നു. അടുത്തത് ഗലാത്യർ 1:15 മുതൽ 17 വരെയുള്ള വാക്യം കൂടെ. ഗലാത്യർ 1:15 മുതൽ 17 വരെ. ഗലാത്യർ 1:15 മുതൽ 17 വരെ. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. അപ്പൊ ജനനം മുതലേ എന്നെ തെരഞ്ഞെടുത്തത് ആരാന്ന് ഇവിടെ പറയുന്നത്? ദൈവം. അപ്പം ജാതികളോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം എന്നെ എന്റെ ജനനം മുതലേ തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ഞാൻ ആരാണ്? അപ്പോസ്തലനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം മനുഷ്യരല്ല എന്നെ തെരഞ്ഞെടുത്ത, പിന്നെയോ ദൈവം എന്റെ ജനനം മുതലേ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? അവന്റെ നാമം ജാതികളുടെ ഇടയിൽ അറിയിപ്പാൻ. 1 കൊരിന്ത്യർ 9:1. 1 കൊരിന്ത്യർ 9:1. ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അല്ലയോ? അപ്പൊ ഇതിൽ പറയുന്ന എന്നതാ? കർത്താവ് എന്നെ അപ്പോസ്തലനായി, ഞാൻ കർത്താവിനെ കണ്ടവനാണ്. എന്റെ പ്രവർത്തനത്തിന്റെ ഫലമല്ലയോ നിങ്ങളല്ല എന്ന് വെച്ചാൽ ഗലാത്യ സഭയിൽ അല്ലെങ്കിൽ കൊരിന്ത്യ സഭയിലുള്ള നിങ്ങൾ ഓരോരുത്തരും എന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അപ്പൊ അപ്പോസ്തലന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്നതാ? തന്നോടുകൂടെ ഇരുപ്പാനും പ്രസംഗിപ്പാൻ അയപ്പാനും. അപ്പൊ അങ്ങനെ പ്രസംഗിച്ച് കർത്താവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഭയായതാണ് കൊരിന്ത്യ സഭയും ഗലാത്യ സഭയും ഒക്കെ. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങളല്ലയോ സാക്ഷി. അപ്പൊ ഞാൻ അപ്പോസ്തലൻ എന്നതിന് നിങ്ങൾ സാക്ഷി, കാരണം നിങ്ങളെ ഈ വഴിക്ക് കൊണ്ടുവന്നത് ഞാനാ. അപ്പൊ മനസ്സിലാകുന്നല്ലോ. അപ്പൊ ആ രീതിയിലാണ് പൗലോസിനെ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ചിന്തിച്ചു വന്നത് ഈ 8 പേരിൽ 4 പേര് അപ്പോസ്തലന്മാരാണ്. ഇനിയും ബാക്കി 4 പേരുണ്ട്. ഈ ബാക്കി 4 പേരിൽ 2 പേർ കർത്താവിന്റെ സഹോദരന്മാരാണ്. അപ്പൊ ആകെ പുതിയ നിയമം എഴുതിയത് 8 പേരാണ്. 8 പേരിൽ 4 പേര് അപ്പോസ്തലന്മാരാണ്. പിന്നെ ബാക്കി 4 പേരുള്ളിൽ 2 പേര് കർത്താവിന്റെ സഹോദരന്മാരാണ്. അതാണ് യാക്കോബും യൂദായും. യാക്കോബിന്റെ ലേഖനവും യൂദായുടെ ലേഖനവും നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിലുള്ളതാണ്. ഈ 2 ലേഖന കർത്താക്കൾ കർത്താവിന്റെ ഈ ലോകപ്രകാരമുള്ള സഹോദരങ്ങളാണ്, യാക്കോബും യൂദായും. യൂദാ ഇസ്കറിയോത്ത യൂദാ അല്ല, വേറെ യൂദാ. അപ്പോൾ അവർ 2 പേരും കർത്താവിന്റെ സഹോദരങ്ങൾ. പിന്നെ 2 പേരുള്ളത് പത്രോസിന്റെയും പൗലോസിന്റെയും സഹായികളായിരുന്ന മർക്കോസും ലൂക്കോസും. ഇതാണ് അതിന്റെ ഓർഡർ. അപ്പം പുതിയ നിയമം എഴുതിയത് ആകെ 8 പേരാണ്. 8 പേരിൽ 4 പേര് അപ്പോസ്തലന്മാരാണ്. പിന്നെ ബാക്കിയുള്ള 4 പേരിൽ 2 പേര് കർത്താവിന്റെ സഹോദരങ്ങളാണ്. ബാക്കി 2 പേര് മർക്കോസും ലൂക്കോസും. ഇവർ രണ്ടും പത്രോസിന്റെയും പൗലോസിന്റെയും ശിഷ്യന്മാരായിരുന്നു. അപ്പം കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ ജനനം, ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷ, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇവയൊക്കെയാണ് സുവിശേഷങ്ങളിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷങ്ങളിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന്റെ ജീവചരിത്രമാണ്. കർത്താവിന്റെ ജനനം, പ്രവർത്തനം,
മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം. ഇതൊക്കെയാണ് സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ 4 സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയെ സമവീക്ഷണ സുവിശേഷങ്ങൾ അഥവാ സിനോപ്റ്റിക് ഗോസ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. 4 സുവിശേഷങ്ങളുള്ളതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 ഒന്നിച്ചു പറയുന്നൊരു പേരാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ അഥവാ സിനോപ്റ്റിക് ഗോസ്പൽ. അങ്ങനെ പറയാൻ കാരണം ഈ 3 സുവിശേഷങ്ങൾ ഏകദേശം ഒരേ രൂപത്തിലുള്ളതാണ്, ഒരേ രീതിയിൽ എഴുതപ്പെട്ടതാണ് ഈ 3 സുവിശേഷം. അതുകൊണ്ടാണ് സമവീക്ഷണ സുവിശേഷം എന്ന് ഈ 3 സുവിശേഷങ്ങളെ പറയുന്നത്. ഇത് സുവിശേഷങ്ങൾ ആദ്യം എഴുതപ്പെട്ടത് മർക്കോസാണ്. മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. ഇനി സുവിശേഷ എഴുത്തുകാരിൽ യഹൂദനല്ലാതിരുന്ന ഒരാളെ ഉള്ളായിരുന്നു. അതാണ് അന്ത്യോക്യയിൽ നിന്നുള്ള ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ്. ലൂക്കോസ് യഹൂദനല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സുവിശേഷ അല്ലെങ്കിൽ പുതിയ നിയമ എഴുത്തുകാരെ പറ്റി നാം മനസ്സിലാക്കേണ്ടത്. ഇനിയും ഓരോ സുവിശേഷങ്ങളും ആരെയൊക്കെ ഉദ്ദേശിച്ചാണ് എഴുതിയത്, ഓരോന്നിലും യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. 4 സുവിശേഷങ്ങളുണ്ട്. ഈ 4 സുവിശേഷങ്ങളൊക്കെ ആരെയാണ് എയിം ചെയ്ത് എഴുതിയിരിക്കുന്നത്? ഒന്നാമത് നമുക്ക് മത്തായിയുടെ സുവിശേഷം നോക്കിയാൽ, മത്തായിയുടെ സുവിശേഷം പ്രധാനമായി യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. മത്തായിയുടെ സുവിശേഷം പ്രധാനമായും യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. രാജാവായ മശിഹ എന്ന യേശുവിനെ പരിചയപ്പെടുത്തുന്നു. അപ്പൊ യേശുവിനെ രാജാവായിട്ടാണ് മത്തായി അവതരിപ്പിക്കുന്നത്. അപ്പം മത്തായിയുടെ സുവിശേഷം പ്രധാനമായി ഉദ്ദേശിക്കുന്ന യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. അതിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ആരായിട്ടാണ്? രാജാവായ മശിഹ. അപ്പൊ രാജാവായിട്ടാണ് യേശുവിനെ മത്തായി പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നാം കാണുന്ന, അപ്പം യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതിയ പുസ്തകമായതുകൊണ്ട് യഹൂദന്മാരുടെ പൂർവ്വപിതാവായ അബ്രഹാമിൽ നിന്ന് ആരംഭിക്കുന്ന വംശാവലി ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലി എഴുതിയിരിക്കുന്നത് എവിടെ തുടങ്ങുന്നറിയോ? യഹൂദന്മാർക്ക് പ്രാധാന്യമുള്ള അബ്രഹാമിൽ തുടങ്ങി യോസഫ് വരെ. അങ്ങനെയാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ആ ക്രമം എഴുതിയിരിക്കുന്നത്. ഇനി മർക്കോസിന്റെ സുവിശേഷം പ്രധാനമായും റോമാക്കാരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരുന്നത്. മത്തായിയുടെ സുവിശേഷം യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതി. മർക്കോസിന്റെ സുവിശേഷം റോമാക്കാരെ ഉദ്ദേശിച്ച് എഴുതി. ഇതിൽ ദാസനായി ഭൂമിയിൽ വന്ന യേശുവിനെയാണ് മർക്കോസ് പരിചയപ്പെടുത്തുന്നത്. മത്തായി പരിചയപ്പെടുത്തുന്നത് രാജാവായ യേശു. മർക്കോസ് പരിചയപ്പെടുത്തുന്നത് ദാസനായി ഭൂമിയിൽ വന്ന യേശുവിന്. ഈ മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. ഇതാണ് സുവിശേഷങ്ങളിൽ ചെറുത്. 4 സുവിശേഷം ഉള്ളതിൽ ചെറിയ സുവിശേഷം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ്. ഇനി മൂന്നാമത് ലൂക്കോസിന്റെ സുവിശേഷം. ലൂക്കോസിന്റെ സുവിശേഷം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് സമൂഹത്തെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. ഗ്രീക്ക് സമൂഹത്തെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ട സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. അന്നത്തെ ഒട്ടുമുക്കാൽ സമൂഹങ്ങളും രാജ്യങ്ങളും ഗ്രീക്കിന്റെ സ്വാധീനത്തിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഒരു മാനവീയ സമീപനമുള്ള ഒരു സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. അപ്പൊ യഹൂദന്മാർക്ക് മാത്രമല്ല, ജാതികൾക്കെല്ലാം വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിലും വംശാവലി ഉണ്ട്. വംശാവലി എഴുതിയിരിക്കുന്ന സുവിശേഷങ്ങളിൽ 2 ഭാഗത്താണ്. ഒന്ന് മത്തായിയുടെ സുവിശേഷത്തിലും അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷത്തിലുമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അത് യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതിയതായതുകൊണ്ട് ഇത് ആരംഭിക്കുന്ന യഹൂദന്മാർക്ക് പ്രാധാന്യമുള്ള അബ്രഹാമിൽ നിന്നാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നാൽ ലൂക്കോസ് എന്ന് പറയുന്ന യഹൂദന്മാരെ മാത്രമല്ല, സർവ്വജാതികളും മാനവീയ അല്ലെങ്കിൽ എല്ലാ നാട്ടുകാർക്കും വേണ്ടിയല്ല, പുറജാതിക്കാരും യഹൂദന്മാർക്കും എല്ലാവരെയും ഉദ്ദേശിച്ച് എഴുതിയതായതുകൊണ്ട് അതില് വംശാവലി ചെന്നെത്തുന്നത് സർവജനത്തിന്റെയും പിതാവായ ആദമിലാണ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ യഹൂദന്മാരെ ഉദ്ദേശിച്ചായതുകൊണ്ട് യഹൂദന്മാർക്ക് പ്രാധാന്യമുള്ള അബ്രഹാമിൽ നിന്ന് മത്തായി തുടങ്ങിയപ്പോൾ, വംശാവലി തുടങ്ങിയപ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്
വംശാവലി തിരിച്ചാണ്. ഈ മുകളിൽ നിന്ന് താഴോട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ചെന്നെത്തുന്നത് എവിടം വരെയാണെന്നറിയോ? സർവ്വജനത്തിന്റെയും പിതാവായ ആദമിലാണ്. അപ്പൊ അത് നാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യനായ യേശു. അപ്പൊ മത്തായിയുടെ സുവിശേഷം രാജാവായ യേശു, മർക്കോസിന്റെ സുവിശേഷത്തിൽ ദാസനായ യേശു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് മനുഷ്യനായി ലോകത്തിൽ വന്ന യേശു. ഇനി യോഹന്നാന്റെ സുവിശേഷം ഉദ്ദേശിക്കുന്നത് സഭയ്ക്കും മറ്റുള്ള സകലർക്കും വേണ്ടി എഴുതപ്പെട്ടതാണ് യോഹന്നാന്റെ സുവിശേഷം. ഇതിൽ യേശു ദൈവപുത്രൻ എന്ന യോഹന്നാൻ ലോകത്തിനെ പരിചയപ്പെടുത്തി. യേശു ദൈവപുത്രൻ. ഓ മത്തായി കർത്താവിനെ പരിചയപ്പെടുത്തിയത് രാജാവായ മശിഹ, രാജാവായിട്ട് പരിചയപ്പെടുത്തി. മർക്കോസ് ദാസനായ യേശു, ദാസനായി വന്ന യേശുവിനെ പരിചയപ്പെടുത്തി. ലൂക്കോസ് പരിചയപ്പെടുത്തുന്നത് മനുഷ്യനായ യേശുവിനെ പരിചയപ്പെടുത്തി. യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തു. അപ്പൊ ഇതാണ് ഈ 4 സുവിശേഷ എഴുത്തുകാരും കർത്താവിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി ഇപ്രകാരമാണ്. ഇനി മറ്റൊരു കാര്യം, ഓരോ സുവിശേഷകരും കർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് ഭാഗം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നും നാം ശ്രദ്ധിക്കണം. ഇപ്പൊ 4 സുവിശേഷങ്ങളുണ്ട്. ഈ 4 സുവിശേഷകന്മാരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങളെ പറ്റി എവിടം വരെ എഴുതിയിട്ടുണ്ട്. ഒന്ന് മത്തായി വിവരിക്കുന്നത് കർത്താവിന്റെ ഉയർപ്പ് വരെയുള്ള കാര്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് വരെയുള്ള കാര്യങ്ങളാണ് മത്തായി വിവരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ജനനം, ഈ ലോകത്തിലെ പ്രവർത്തനം, ക്രൂശീകരണം, ഉയർപ്പ്, ഇത്രയും കാര്യങ്ങളാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു പടി കൂടി കടന്ന് സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിന്റെ കാര്യങ്ങൾ എവിടം വരെ എഴുതിയിട്ടുള്ളൂ? ഉയർപ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ മത്തായിയുടെ സുവിശേഷത്തിലുള്ളൂ. കർത്താവിന്റെ ജനനം, ഈ ലോകത്തിലെ പ്രവർത്തനം, പിന്നെ ക്രൂശീകരണം, ഉയർപ്പ്, ഇത്രയുമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ മർക്കോസ് ഒരു പടിയൂടെ മുന്നോട്ട് കയറി എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ, ക്രൂശീകരണം, ഉയർപ്പ്, സ്വർഗാരോഹണം. അപ്പൊ സ്വർഗാരോഹണം വരെ മർക്കോസ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലൂക്കോസ് പരിശുദ്ധാത്മ വാഗ്ദാനം വരെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു പടിയൂടെ മുന്നോട്ട് മാറി പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം വരെ, എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ജനനം, പരസ്യ ശുശ്രൂഷ, ക്രൂശീകരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം, ഇത്രയും കാര്യങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും വരുന്നവനായ കർത്താവിനെ പരിചയപ്പെടുത്തും. അപ്പം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഓരോ സുവിശേഷകരെ എവിടം വരെ രേഖപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിന്റെ ഉയർപ്പ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മ വാഗ്ദാനം നൽകുന്ന ഭാഗം വരെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും വരുന്നവനായ കർത്താവിനെ പറ്റി പറയുന്നു. അപ്പം കർത്താവിന്റെ ജീവിതത്തിൽ ഏത് കാലഘട്ടം വരെയുള്ള കാര്യങ്ങളാണ് ഈ ഓരോ സുവിശേഷകന്മാരും പറഞ്ഞത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഈ സുവിശേഷങ്ങളെ പറ്റിയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ അപ്പം എത്ര പുസ്തകമായി? ഇപ്പം നമ്മളിപ്പം പറഞ്ഞു വന്നത് സുവിശേഷങ്ങൾ 4, പിന്നെ അപ്പോസ്തല പ്രവൃത്തികള്, അത് ചരിത്ര പുസ്തകം, പിന്നെ 14 പൗലോസിന്റെ ലേഖനങ്ങൾ. അപ്പൊ അങ്ങനെ പറഞ്ഞു വരിക, അടുത്ത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനിയും നാം നോക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തികൾ. സുവിശേഷങ്ങൾ കഴിഞ്ഞു, ഇനി അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികള് ഇത് എഴുതിയത് ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത്. സഭയുടെ 30 വർഷത്തെ ചരിത്രവും പരിശുദ്ധാത്മ
അഭിഷേകവുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ 30 വർഷത്തെ ചരിത്രവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പറ്റിയുമാണ് അപ്പോസ്തല പ്രവർത്തികളിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷം യെരുശലേം മുതൽ റോം വരെ എത്തുന്ന കാര്യങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പോസ്തല പ്രവർത്തികളിലെ പ്രധാന പ്രതിപാദ്യ കാര്യങ്ങൾ എന്ന് പറയുന്നത് യെരുശലേം മുതൽ റോം വരെ സുവിശേഷം എങ്ങനെ പ്രചരിച്ചു എന്നുള്ള ചരിത്രവും അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അപ്പോസ്തല പ്രവർത്തികൾ 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് പത്രോസും 13 മുതൽ 28 വരെയുള്ള ഭാഗത്ത് പൗലോസുമാണ് മുൻനിരക്കാരായി പ്രവർത്തിക്കുന്നതായി വിവരിച്ചിരിക്കുന്നത്. അപ്പൊ അപ്പോസ്തല പ്രവർത്തികളില് 1 മുതൽ 12 വരെയുള്ള ഭാഗത്തെ ലീഡർ എന്ന് പറയുന്നത് പത്രോസും 13 മുതൽ 28 വരെയുള്ള ഭാഗത്തെ ലീഡർ എന്ന് പറയുന്നത് പൗലോസുമാണ്. അപ്പൊ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ യഹൂദന്മാർ കാത്തിരുന്ന മശിഹ ആണ് യേശു, സകല മനുഷ്യരുടെയും രക്ഷ യേശുവിലൂടെ മാത്രമെന്ന് രാജ്യങ്ങൾ തോറും ഇവരെ പ്രസംഗിച്ചു വന്നു. അപ്പം ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ ചരിത്രം പറയുന്ന യെരുശലേം മുതൽ റോം വരെ എങ്ങനെ സുവിശേഷം പ്രചരിച്ചു. പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് ലീഡർ എന്ന് പറയുന്ന പത്രോസും 13 മുതൽ 28 വരെയുള്ള ഭാഗത്തെ ലീഡർ പൗലോസുമായിരുന്നു ലീഡേഴ്സായിട്ട് പ്രവർത്തിച്ചത്. യഹൂദന്മാർ കാത്തിരുന്ന മശിഹ ആണ് യേശു, സകല മനുഷ്യരുടെയും രക്ഷ യേശുവിലൂടെ മാത്രം. ഈ 2 പ്രധാന പോയിന്റുകളാണ് ഇവർ രാജ്യങ്ങൾ തോറും നടന്ന് പ്രസംഗിച്ചത്. അപ്പൊ അങ്ങനെ ഈ സുവിശേഷങ്ങൾ 4 അപ്പോസ്തല പ്രവൃത്തി കൂടുമ്പോൾ ഒന്നുകൂടെ ചേർത്ത് 5. അപ്പൊ 5 പുസ്തകങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയും ബാക്കിയുള്ളത് 27 ബാക്കിയുള്ളത് ഇനി 22 പുസ്തകങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. 4 സുവിശേഷങ്ങൾ, പിന്നെ 5-മത്തത് അപ്പോസ്തല പ്രവൃത്തി, അതുകൂടെ കൂടുമ്പോൾ 5 ആകും. പിന്നെ ബാക്കിയുള്ളത് 22 പുസ്തകം. ഈ 22 പുസ്തകങ്ങളിൽ 13 പുസ്തകങ്ങൾ പൗലോസിൻ്റെതാണ്, പൗലോസിന്റെ ലേഖനങ്ങൾ. പിന്നെ എബ്രായർ കൂടെ ചേർന്നാലാണ് 14. അപ്പൊ ഈ 13 ആണ് ഷുവറായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതിയെന്ന് രേഖകളുള്ളത്. അപ്പൊ ഈ 13 പുസ്തകങ്ങളിൽ 9 പുസ്തകങ്ങൾ 7 സഭകൾക്കായി എഴുതിയിരിക്കുന്നു. ഇപ്പൊ പൗലോസിന്റെ 13 പുസ്തകങ്ങളിൽ 9 പുസ്തകങ്ങളിൽ 7 സഭകൾക്കായി എഴുതിയിരിക്കുന്നു. അങ്ങനെ വരാൻ കാരണം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനവും കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയതും തെസലോനിക്ക സഭകൾക്കും ഈ 2 ലേഖനങ്ങൾ വീതം എഴുതി. അതുകൊണ്ടാണ് ഈ 9 ലേഖനങ്ങൾ 7 സഭകൾക്കായി പോയത്. മനസ്സിലായോ? അതിലെ 2 സഭകൾക്ക് ഈ 2 ലേഖനങ്ങൾ വീതം എഴുതി. അതേതൊക്കെ? കൊരിന്ത്യരും തെസലോനിക്കരും. 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, 1 തെസലോനിക്കർ, 2 തെസലോനിക്കർ. അങ്ങനെ 2 സഭകൾക്ക് ഈ 2 ലേഖനങ്ങൾ വീതം എഴുതിയതുകൊണ്ടാണ് 9 ലേഖനങ്ങൾ 7 സഭകൾക്കായി പോയത്. ഇനിയും 13 ബാക്കിയുള്ളത് 4 ലേഖനങ്ങൾ. 9 കഴിഞ്ഞാൽ പിന്നെ 13 4. ഈ 4 ലേഖനങ്ങൾ സഭയിലെ 3 മൂപ്പന്മാർക്ക് വേണ്ടി എഴുതി, 3 അധ്യക്ഷന്മാർക്ക് വേണ്ടി എഴുതിയതാണ് 4 ലേഖനങ്ങൾ. അതാണ് തിമോത്തിയോസ് 1, തിമോത്തിയോസ് 2, തീത്തോസ്, ഫിലമോൻ. എന്നൂടെ പറയാം, 13 ലേഖനങ്ങളാണ് പൗലോസ് എഴുതിയത്. ഈ 13 ലേഖനങ്ങളിൽ 9 ലേഖനങ്ങൾ 7 സഭകൾക്ക് വേണ്ടി എഴുതി. 9 ലേഖനങ്ങൾ 7 സഭകൾക്ക് വേണ്ടി എഴുതി. ബാക്കിയുള്ള 4 ലേഖനങ്ങൾ, ഈ 4 ലേഖനങ്ങൾ 3 സഭാ അധ്യക്ഷന്മാർക്ക് വേണ്ടി എഴുതി. അതാർക്കൊക്കെ വേണ്ടിയാ? തിമോത്തിയോസിന് 2 ലേഖനം, തീത്തോസ്, ഫിലമോൻ. ഇങ്ങനെയാണ് 13 ലേഖനങ്ങൾ പൗലോസിൻ്റെത്. ഇനി അടുത്തതാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം പൗലോസ് ആണോ എഴുതിയത്? അതല്ല, ചിലർ പറയുന്നു അത് അപ്പൊല്ലോസ് ആണ് എഴുതിയതെന്ന് പറയുന്നു. അതുമല്ല, ഈ 2 പേരും അല്ലെന്നുള്ള അഭിപ്രായമുണ്ട്. പൊതുവെ പൗലോസ് എഴുതിയ ലേഖനമെന്നാണ് ഇതിനെപ്പറ്റി പറയാറുള്ളത്. അതുകൂടെ പൗലോസിന്റെ കൂടെ ചേർത്താൽ ആകെ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ 14.
മനസ്സിലായല്ലോ. അപ്പം നമ്മള് 4 സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി ചേർക്കുമ്പം 5, പിന്നെ പൗലോസിന്റെ എബ്രായർ കൂടെ ചേർത്തുള്ള 14. അപ്പം 14 5 19. ഇനി എത്ര എണ്ണം കാണണം? ഇനിയും 8 കാണണം, ഇല്ലയോ? 8 കാണണം. ഈ 8 ബാക്കിയുള്ള ലേഖനങ്ങളിൽ, ബാക്കിയുള്ള ലേഖനങ്ങൾ 7. ഈ 8 7 ലേഖനങ്ങളുണ്ട്, പൊതുലേഖനങ്ങൾ എന്നറിയപ്പെടുന്നു. പൊതുലേഖനങ്ങൾ അത് ഏതൊക്കെയാന്ന് നോക്കിയാൽ, യാക്കോബ് 1 ഒരു പുസ്തകം, പത്രോസ് 1 പത്രോസ് 2 പത്രോസ്, അങ്ങനെ പത്രോസ് 2, പിന്നെ യോഹന്നാൻ 3 പുസ്തകം, 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ, പിന്നെ യൂദ. ഇത്രയും ചേരുന്നതാണ് 7 പുസ്തകങ്ങൾ. ഇപ്പോൾ യാക്കോബ് 1, പത്രോസ് 2 3, യോഹന്നാൻ 3 6, യൂദ 1 7. മനസ്സിലായല്ലോ? 7. അപ്പോ എത്രയായി? 26 ഇനി ഒന്നുകൂടെ കാണണം. അതാണ് വെളിപ്പാട് പുസ്തകം. അത് ഒരു പ്രവചന പുസ്തകമാണ്. ഇത് യോഹന്നാൻ എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് 27 പുസ്തകങ്ങളുടെ ക്രമം. അപ്പോൾ മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ 4 സുവിശേഷങ്ങള്, അപ്പോസ്തല പ്രവൃത്തി ഒന്നുകൂടെ ചേരുമ്പോൾ 5, പിന്നെ പൗലോസിന്റെ 13 + 1 14. അപ്പൊ 5 14 19. 19 കഴിഞ്ഞാൽ പിന്നെ 7 പൊതുലേഖനങ്ങൾ, വിവിധ വ്യക്തികൾ എഴുതിയ 7 പൊതുലേഖനങ്ങൾ. അത് യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദ, ഈ 4 പേര് എഴുതിയത്. അതിലെ 7 പുസ്തകങ്ങളാകാൻ 4 പേര് 7 പുസ്തകം എഴുതാൻ കാരണം, പത്രോസിന്റെ 2 പുസ്തകങ്ങൾ, യോഹന്നാന്റെ 3 പുസ്തകങ്ങൾ, 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ, പത്രോസ് 1 പത്രോസ് 2. അപ്പൊ അതുകൊണ്ടാണ് 4 പേര് എഴുതിയത് 7 ലേഖനങ്ങളായത്. പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകം. അപ്പൊ ഇങ്ങനെയാണ് 27 പുസ്തകങ്ങളെ തരംതിരിച്ച് പഠിക്കുന്നത്. അപ്പം ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമോ എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ നിയമ പുസ്തകത്തിന്റെ ഒരു ഓവറോൾ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അപ്പൊ 27 പുസ്തകങ്ങൾ ആണ് പുതിയ നിയമത്തിലുള്ളത്. ഇത് എഴുതിയത് 8 പേരാണ്. പിന്നെന്തുവാ, നമ്മൾ ഇത് 8 പേരാണ്. പിന്നെ ഓരോ പുസ്തകവും ആരെയൊക്കെ ഉദ്ദേശിച്ചാണ് എഴുതിയത്, പിന്നെ ഓരോ പുസ്തകത്തിലും കർത്താവിന്റെ ഏത് കാലഘട്ടം വരെയാണ് രേഖപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷത്തിൽ എവിടം വരെയുണ്ട്, മർക്കോസ് എവിടം വരെ എഴുതി, ലൂക്കോസ് എവിടം വരെ എഴുതി, യോഹന്നാൻ എവിടം വരെ എഴുതി, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ നാം ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ഇതോടുകൂടി ആ ഒരു കാര്യം തീർന്നു. അപ്പോൾ ഇനിയും ഞാൻ നേരത്തെ മുതലേ പറയുന്നത് പോലെ നമ്മുടെ തിരുവചന ധ്യാനത്തിന് ഒരു സപ്പോർട്ടായ കാര്യങ്ങളാണ് ഈ പറയുന്നതല്ല. ഇനിയും നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട്, അപ്പൊ ഒരു വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം അതിന്റെ കോണ്ടെക്സ്റ്റ്. ഇതേത് കാലഘട്ടത്തിൽ, ആരുടെ കാലത്ത്, അല്ലെങ്കിൽ ഏത് സമയത്ത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തിരുവചനം വായിക്കുമ്പോൾ കൂടുതൽ അർത്ഥവത്തായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും, അതിലൂടെ ലഭിക്കുന്ന ദൈവകൃപ, ദൈവിക ആലോചന നമ്മുടെ ജീവിതത്തിന് താങ്ങും തണലുമായി നിലനിൽക്കുവാൻ ഇടയാകും. അതിനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തട്ടെ. താങ്ക് യു.